അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കേൾക്കുന്ന സ്വലാത്ത് വളരെ മനോഹരമായി പാടുന്നത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെച്ച് അതിൻ്റെ മുമ്പിലാണ് ഈ സ്വലാത്തിന്റെ രംഗം കാണുന്നത്. അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഹബീബിന്റെ പേരിൽ സ്വലാത്തും പറഞ്ഞ് ശ്രീകൃഷ്ണനെ പൂജിക്കുകയാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഈ സംഭവം നടന്നതാണ്, കേരളത്തിലാണ് ഒരു സംഭവം നടക്കുന്നത്. സ്വലാത്ത് പറഞ്ഞ് അവിടെ ആളുകൾ ഇങ്ങനെ കൂടിയിരുന്നു. ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വെച്ച് അതിൻ്റെ മുമ്പിൽ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലി അവിടെ കൂടിയ ആളുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇത് സുന്നിയാക്കള് ചെയ്യുന്ന ഷിർക്കാണ് എന്ന രീതിയിലൊക്കെ ഇത് പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് ആരാണ്? സുന്നിയാക്കളൊന്നുമല്ല. നമ്മൾ ആകെ മനസ്സിലാക്കണം. സുന്നികൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ അത് പെട്ടെന്ന് പ്രചരിപ്പിക്കാനും ആളുകളെ പെട്ടെന്ന് അവരെ ശ്രദ്ധ തിരിക്കാനൊക്കെ പറ്റും. കാരണം സ്വലാത്താണല്ലോ. സ്വലാത്ത് കൂടുതൽ പറയുന്നത് ആരാണ്? സുന്നിയാക്കളാണ്. കാരണം വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ദീൻ, അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണല്ലോ സുന്നിയാക്കൾ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഹബീബ് നബി അലൈഹി സ്വലാത്ത്. നോക്കൂ, കാണുന്നില്ലേ? പൂജയും സ്വലാത്തും ഒന്നിച്ചിട്ട് ഷിർക്ക് പരിശുദ്ധ ദീനിലെ ഏറ്റവും വലിയ സബൂൽ മോഭിക്കാത്തിൽപ്പെട്ട കുറ്റങ്ങളിൽപ്പെട്ടതാണ് ഷിർക്ക് ചെയ്യുക. എത്ര വേണമെങ്കിലും സൗഹാർദ്ദമുണ്ട് ഇസ്ലാമിൽ, എന്നാൽ ദീൻ്റെ കാര്യത്തിൽ സൗഹാർദ്ദമില്ല. ഹബീബിനോട് സൗഹാർദ്ദത്തിന് വേണ്ടി വന്നിരുന്നു. എന്തിനാണ് ഹബീബിനോട് ചോദിച്ച്, എന്തിനാണ് കുഴപ്പങ്ങൾ നാം സൃഷ്ടിക്കുന്നത്? ഒരു വർഷം തങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുക, ഒരു വർഷം നമ്മുടെ ദൈവത്തെ അങ്ങ് ആരാധിക്കുകയാണ്, നമുക്കൊരു സ്നേഹത്തോടും സൗഹാർദ്ദത്തോടു കൂടി പോകാമല്ലോ എന്ന രീതിയൊക്കെ സംസാരിച്ചിരുന്നു. ആ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ച ശൈലിയൊക്കെ അത് നമുക്ക് വലിയ പാഠമാണ്. മുത്തായ ഹബീബ് പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീൻ. സൗഹൃദം, സ്നേഹം, പരിഗണന, സഹായ, എല്ലാ സംരക്ഷണം എല്ലാം വേണമെങ്കിൽ നൽകാം. പക്ഷെ ദീൻ നിങ്ങൾക്ക് എൻ്റെത് എനിക്കാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാൻ ആരാധിക്കും, നിങ്ങളൊന്നും ആരാധിക്കണ്ട. നിങ്ങൾ ആരാധിക്കണം, ഞാനും ആരാധിക്കാൻ പോകുന്നില്ല. പക്ഷേ നാം സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആരാധനയുടെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാധന അല്ലാഹുവിന് വേണ്ടിയാണ്. ആദരവൊക്കെ ഉണ്ടാകണം. ഇത് യഥാർത്ഥത്തിൽ ആരാ നടത്തുന്നറിയോ? ഈ ഒരു വിഭാഗത്തിന് ചിലപ്പോൾ നമുക്ക് പരിചയം ഉണ്ടാവില്ല. റിയാസ് അഹ്മദ് ഗോഹർ ഷാ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ട്. റിയാസ് അഹ്മദ് ഗോഹർ ഷാ എന്ന് പറയുന്ന ആൾ വലിയ പ്രഭാഷകനാണ്. അദ്ദേഹം ആത്മീയമായ ചിന്തയിലൂടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്വാധീനിച്ചിരുന്നു. ഒരുപാട് അനുയായികൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. തുടക്കത്തിൽ അദ്ദേഹം ഒരു ആലിമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു വെൽഡിങ് ജോലി ചെയ്ത് പിന്നെ ഒരു മെക്കാനിക്ക്, പിന്നെയാണ് ഈ ദീനി പ്രബോധനമായിട്ട് രംഗത്ത് വരുന്നത്. തുടക്കകാല പ്രഭാഷണങ്ങളൊക്കെ ആത്മീയമായി പോയി. പിന്നെ പറഞ്ഞു ഞാനാണ് മഹ്ദി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ഞാനാണ് നബി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ഞാനാണ് റബ്ബുൽ അർബാബ്, ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞു.
അവസാനം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയരുത്, ലാ ഇലാഹ ഇല്ലാ റിയാസ് എന്ന് പറയണം എന്നാണ് പറഞ്ഞത്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ് ഇല്ല എന്നുള്ള വാക്കാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലാ റിയാസ്, ഒരു ഇലാഹുമില്ല, റിയാസ് അല്ലാത്തൊരു ഇലാഹും ഇല്ല എന്ന രീതിയിൽ പറയണം. 1941 ജനിച്ച 41 നവംബർ 25 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം മരണം വളരെ മോശപ്പെട്ട മരണമായിരുന്നു. 2001 നവംബർ 23 മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇന്നും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് വലിയ സങ്കടം. അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഇതവിടെ പാടുന്നത്. ഹബീബ് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി കൃഷ്ണന് മുമ്പിൽ ഈ ഒരു കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ സുന്നിയാക്കളെ തമാശാക്കാൻ ഇത് നല്ലൊരു ആയുധമായി ഉപയോഗിക്കും. ഒരിക്കലും യഥാർത്ഥ സുന്നിയാക്കൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യൂല. ഷിർക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ കുറ്റമാണ്. ഷിർക്ക് എന്ന് പറയൽ സിയാറത്തും അതുപോലെ മഖാമിൽ പോകൽ ഇതൊക്കെ ഷിർക്കല്ല അല്ലേ? ലോകത്ത് നടക്കുന്ന എല്ലാ ഖൈറും ഷർറും ദുഃഖവും സുഖവും സന്തോഷവും എല്ലാം അത് അള്ളാഹുവിൽ നിന്നാണ്. അതിൽ ഇത് ഒരു വലിയനോ അല്ലെങ്കിൽ അംബിയാക്കൾ അല്ലെങ്കിൽ സുഹദാക്കൾ സ്വാലിഹ്യങ്ങൾക്ക് നൽകാനുള്ള കഴിവുണ്ട് എന്ന് ഏത് സുന്നിയാക്കൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ മഹാരഥന്മാരെ ഇടത്തേടി പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു വിരോധമില്ല. ആ ഇടത്തേടി പ്രാർത്ഥിക്കൽ അത് ഷിർക്കല്ല ഒരിക്കലും. അങ്ങനെ ഇടത്തേടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറെ സഹായകമാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചവർ അൽഹംദുലില്ലാഹ് മരണപ്പെടുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉച്ചരിച്ച് മരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ ഒരു വാക്ക് നാം ഉരുവിടുന്ന സമയത്ത് തന്നെ അത് കുതിച്ചു ഓടും അള്ളാഹുവിൻ്റെ അരികിൽ. എന്നിട്ട് അവിടെ വല്ലാത്ത പറക്കമാണ് അതിലേക്ക്. അള്ളാഹു ചോദിക്കും, നീ അടങ്ങ്. അപ്പോൾ പറഞ്ഞു, എങ്ങനെയാ ഞാൻ അടങ്ങുക? ഇത് പറഞ്ഞ വ്യക്തിക്ക് പൊരുത്തു കൊടുക്കാതെ ഞാൻ അടങ്ങൂലാന്ന്. അപ്പോൾ അള്ളാഹു പറയും, അദ്ദേഹം മൊഴിയുമ്പോഴൊക്കെ തന്നെ ഞാൻ അദ്ദേഹത്തിന് പൊരുത്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ അമലുകളെ കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ ഉണ്ടാക്കും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മലക്ക വേണ്ട. ഒറ്റ മൊഴി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉടനെ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് മുൻഗാമികളായ പ്രവാചകന്മാർ തൻ്റെ അനുയായികളോട് പറഞ്ഞ പ്രധാനപ്പെട്ട വസിയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്. എല്ലാം എന്തിനാണ് സ്വർഗം പഠിച്ചത്? സ്വർഗത്തിനോട് ചോദിക്കും, എന്തിനാണ് അതിനെ പഠിച്ചത്? ലി അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അഹ്ലിക്കാർക്ക് വേണ്ടിയാണ് എന്നെ പടക്കപ്പെട്ടത്. നരകം എന്തിനാണ് പടക്കപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹിനെ നിഷേധിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ശിർക്ക് വന്നു പോകരുത്. നോക്കൂ, ഈ ഒരു കാണുന്ന ഒരു സ്ഥിതി എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു മുസ്ലിമൊന്നും സംഭവിക്കാൻ പാടില്ല. ഇത് സുന്നിയാക്കളിൽ നിന്ന് സംഭവിച്ചതല്ല എന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഞാനാണ് റബ്ബെന്നും ഞാനാണ് മഹദിയെന്നും ഞാനാണ് നബിയെന്നും വാദിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ വളരെ മോശപ്പെട്ട, ഇത്തരത്തിലുള്ള മോശപ്പെട്ട മരണങ്ങൾ പ്രചരിപ്പിക്കണം. എന്തിനറിയോ? ഈ പ്രചരിപ്പിക്കൽ കൊണ്ട് മറ്റുള്ളവർക്കത് പാഠമാകുന്നു. മൗലിദ് കഴിച്ചവർ, സ്വലാത്ത് ചൊല്ലിയവർ, അവരൊക്കെ മരണം പ്രചരിപ്പിക്കണം. എന്തേ? നല്ല ഈമാനോടുകൂടി അവർ മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ടാണ്. അള്ളാഹു മരിക്കുന്ന നേരം ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.